ലോക മുസ്ലിങ്ങളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി മക്ക മുശ്രിക്കുകളെ അർദ്ധമോഹീദുകളാക്കി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിനെ രണ്ടാക്കി വിഭജിച്ചു പോന്നിരുന്നു. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ എന്നിവയായിരുന്നു തൗഹീദിന്റെ രണ്ടു ഭാഗങ്ങൾ. അൽ മുർഷിദ്, സൽസബീൽ തുടങ്ങിയ പഴയ മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളിലും പിന്നീട് വന്ന അൽമനാർ, ഷബാബ് പത്രങ്ങളിലുമെല്ലാം പഠിപ്പിച്ചത് തൗഹീദ് രണ്ടാണെന്നാണ്. തൗഹീദ് പഠിക്കാൻ മുജാഹിദുകൾ പ്രധാനമായി ആശ്രയിക്കുന്ന കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവിയുടെ അത്തൗഹീദ് എന്ന പുസ്തകത്തിലും KNM പ്രസിദ്ധീകരിച്ച അബ്ദുസലാം സുല്ലമിയുടെ തൗഹീദ് ഒരു സമഗ്ര വിശകലനത്തിലും തൗഹീദ് രണ്ട് ഇനമാണെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. KNM തന്നെ പ്രസിദ്ധീകരിച്ച അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലും തൗഹീദ് രണ്ട് ഇനമായി തന്നെ വിഭജിക്കുന്നു. 1988 എടവണ ജാമിയ നദവിയ പ്രസിദ്ധീകരിച്ച അന്നദുവ മാഗസിനിലും തൗഹീദ് രണ്ട് തന്നെയാണ്. എന്നാൽ രണ്ടായി തൗഹീദിനെ വിഭജിക്കുന്നതിന് സലഫുകളുടെ അഖീദയിൽ യാതൊരു ന്യായീകരണവുമില്ലെന്ന് കണ്ടെത്തിയ മുജാഹിദ് നേതൃത്വം 8 പതിറ്റാണ്ടുകാലം തങ്ങൾ പ്രചരിപ്പിച്ച തൗഹീദിൽ ഭേദഗതി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ക്രൈസ്തവ സഭകൾ, സുന്നഹദോസുകൾ ചേർന്ന് തീരുമാനം മാറ്റുന്ന അതേ രൂപത്തിൽ മുജാഹിദ് പൌരോഹിത്യ സഭയായ കേരള ജമിയത്തുൽ ഉലമ 2001 ജൂൺ 2 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ യോഗം ചേർന്നു. ഇത്രയും കാലം തൗഹീദിനെ രണ്ടായി മനസ്സിലാക്കിയത് തെറ്റാണെന്നും തൗഹീദ് മൂന്നാണെന്നും സഭ തീരുമാനമെടുത്തു. കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതി തീരുമാനങ്ങൾ എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ ആ തീരുമാനം ഇങ്ങനെ വായിക്കാം. ഈ വിഷയകമായി ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി നേരത്തെ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ വസ്തുത അംഗീകരിക്കപ്പെട്ടതായി യോഗം അറിയിച്ചു. തൗഹീദിന് റുബൂബിയ്യ, ഉലൂഹിയ്യ, അൽ അസ്മാഇ വസ്സിഫാത്ത് എന്നിങ്ങനെയുള്ള വിഭജനം ഈ യോഗം ശരിവെക്കുകയും അത് പാഠശാലകളിൽ പഠിപ്പിക്കേണ്ടതാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് മൗലവിമാർ ഇത് അണികളെ പഠിപ്പിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. ഈ വിഷയത്തിൽ പണ്ട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ല വേണ്ടതെന്ന് സക്കരിയ സുലാഹി പറയുന്നു. തൗഹീദിന്റെ രണ്ട് വശങ്ങൾ നിങ്ങൾ ഇവിടെ കേട്ടു കഴിഞ്ഞു. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ. എന്നാൽ തൗഹീദിന്റെ മൂന്നാമത്തെ വശം, അതാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, നാമവിശേഷണങ്ങളിലുള്ള ഏകത്വം. അതാണ് സഗുണ സമ്പൂർണനായ അല്ലാഹു എന്ന പേരിലൂടെ ഇവിടെ എനിക്ക് അവതരിപ്പിക്കേണ്ടത്. സലഫുകൾ അഥവാ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഏറെ ചർച്ച ചെയ്തതും നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതുമായ ഒരു വിഷയമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് അഥവാ നാമവിശേഷണങ്ങളിലുള്ള ഏകത്വം. എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ഹൃജുവായ പാതയിൽ നിന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ നിന്നും തെറ്റിത്തെറിച്ചു പോയിട്ടുള്ള പൂർവകാലത്തുള്ള കക്ഷികളെയൊക്കെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അവർക്കെല്ലാം അബദ്ധം പണഞ്ഞിട്ടുള്ളത് ഇസ്ലാമിന്റെ അഖീദയിൽ നിന്ന്, വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് അവർ തെറിച്ചു പോയിട്ടുള്ളത് ഈ വിഷയത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുഅ്തസിലിയാക്കളാകട്ടെ, ജഹ്മികളാകട്ടെ, ഖദരിയാക്കളാകട്ടെ, ജബരിയാക്കളാകട്ടെ, ശീഇകളാകട്ടെ, എല്ലാ കക്ഷികൾക്കും അബദ്ധം സംഭവിച്ചിട്ടുള്ളത് അസ്മാ വസിഫാത്ത് എന്ന വിഷയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം പൂർവിക സലഫുകളുടെ ഗ്രന്ഥങ്ങളിൽ ഏറെ പരാമർശിക്കപ്പെടുകയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്. നമുക്ക് ഈ വിഷയത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നാം തിരുത്തി മുന്നോട്ട് പോവുകയല്ലാതെ മുമ്പ് കാലത്ത് അങ്ങനെ സംഭവിച്ചു, അത് ഈജിപ്തുകാരുടെ സ്വാധീനമാണ്, റഷീദ് റിളയുടെ സ്വാധീനമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനമാണ് എന്നൊക്കെ തങ്ങളുടെ വ്യതിയാനങ്ങൾക്ക് മറപിടിക്കാൻ വേണ്ടി ഒരുപാട് ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലത്തെ തെറ്റുകളിൽ തന്നെ നിലനിൽക്കാനാണ് ചില ആഗ്രഹിക്കുന്നത്. പക്ഷേ നദ്വത്തുൽ മുജാഹിദീൻ അതല്ല. ഗുണവിശേഷണങ്ങളിലെ ഏകത്വം തൗഹീദിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് പോലും ഇവർ എഴുതിയിരുന്നു. 1996 ജൂലൈ മാസത്തെ സെൽസബീലിൽ ഗുണവിശേഷണങ്ങളിലെ ഏകത്വം തൗഹീദിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ല എന്ന് വളരെ കൃത്യമായി എഴുതുന്നു.
ഇതേ രൂപത്തിൽ തൗഹീദിന്റെ മൂന്നാം പാർട്ടിൽ വിശ്വസിക്കാതെ മനസ്സിലാക്കാതെ മരിച്ചുപോയ KM മൗലവി മുതൽ അലവി മൗലവി, ഉമർ മൗലവിമാർ വരെയുള്ള മുജാഹിദ് പണ്ഡിതരും അവരെ പിന്തുടർന്ന ജനങ്ങളും യഥാർത്ഥ തൗഹീദ് പോലും മനസ്സിലാക്കാതെ നരകത്തിലേക്ക് പോയവരാണെന്ന വാദത്തിലാണ് പുതിയ മുജാഹിദ് നേതൃത്വം എത്തി നിൽക്കുന്നത്.